guys, welcome back to Eduport. എടാ മക്കളെ, നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലെടാ സാഫ് സഫായി മേ അവൽ ഖാവ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ ഈ ക്ലീനിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട് അല്ലേ. അതായത് രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ആദ്യത്തെ വഴി എന്ന് പറഞ്ഞാൽ അത് വൃത്തി തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു ചാപ്റ്ററാണ് നമുക്ക് ഈ പഠിക്കാനുള്ളത്. ദെൻ പ്രകൃതിയോട് നമ്മൾ എങ്ങനെയൊക്കെ നിൽക്കണം, പ്രകൃതിയോട് നമ്മൾ ഇണങ്ങി ജീവിക്കണം എന്നൊക്കെ കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ ഈ ചാപ്റ്ററിന് ഒരു പോസ്റ്റർ വരുന്നുണ്ടെങ്കിൽ അത് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടതായിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് ഓൾറെഡി ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു പോസ്റ്റർ പഠിച്ചാലോടാ. പ്രകൃതി സംരക്ഷിക്കണം എന്നുള്ള ഒരു മെസ്സേജ് കൊടുത്തിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റർ. ഓക്കെ, അപ്പൊ നോക്കിക്കേടാ, നമുക്ക് എങ്ങനെ കൊടുക്കാം? പേട് പൗദേ ലഖാവോ, പേട് പൗദേ ലഖാവോ അല്ലെ. മരങ്ങളും ചെടികളും ഒക്കെ എന്ത് ചെയ്യുക? യെസ്, വെച്ച് പിടിപ്പിക്കുക. അപ്പൊ ജീവൻ ബച്ചാവോ അല്ലെ, നമ്മുടെ ജീവൻ എന്ത് ചെയ്യുക? രക്ഷിക്കുക. ശുദ്ധവായു കിട്ടണമെങ്കിൽ ഇവരെല്ലാവരും വേണം, എങ്കിലല്ലേ നമുക്ക് ശുദ്ധവായു ശ്വസിക്കാൻ പറ്റും. സോ എന്ത് ചെയ്യുക? മരവും അതുപോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കൂ, നമ്മുടെ ജീവൻ രക്ഷിക്കോ. ദെൻ സാത്ത് മിൽക്കർ, ഒരുമിച്ച് നിൽക്കാം അല്ലെ. ഒരുമിച്ച് നിന്നിട്ട് എന്ത് ചെയ്യാം? ഹം ബദലാവ് ലാ സക്തേ ഹേ, നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഒരു മാറ്റം കൊണ്ടുവരാം. ഒരുമിച്ച് നിന്ന് നമുക്കൊരു വലിയ മാറ്റം കൊണ്ടുവരാം. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മളൊരു വലിയ മെസ്സേജ് മറ്റുള്ളവർക്ക് കൊടുത്തില്ലേടാ, നമ്മൾ പഠിച്ചില്ലേ? യെസ്. അപ്പൊ ഈ പോസ്റ്റർ അങ്ങ് പഠിച്ചേക്ക്. ഈ ചാപ്റ്ററിന്റെ പ്രകൃതി സംരക്ഷണമായിട്ട് ഒരു പോസ്റ്റർ വന്നാൽ എന്റെ ചക്രമുത്തുകൾക്ക് ഇത് എഴുതാം. സോ നമുക്ക് ഇതുപോലത്തെ ഓരോ ചാപ്റ്ററിനും വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുഞ്ഞു ടോപ്പിക് ആയിട്ട് മിസ് വരും. അപ്പൊ